ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 3 മാസമായിട്ടാണ്. പക്ഷേ വീഡിയോ ഇടങ്ങിയിട്ട് 10 ദിവസമായിട്ടു. ആ 10 ദിവസത്തേക്ക് എനിക്ക് വന്ന കമൻസ് റിവ്യൂ ഇപ്പോൾ നമുക്ക് നോക്കാട്ടാ. 10 ദിവസത്തേക്ക് ഞാൻ 8 ഷോർട്സ് ഇട്ടിട്ടാ. ഇതാണ് എൻ്റെ ആദ്യത്തെ ഷോർട്സ്. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ പടി പോലും ചവിട്ടാത്ത തറവാടിൻ്റെ ഗ്രൂപ്പിലും കണ്ടാലും ഉണ്ടാത്ത അയക്കുടിക്കാരുടെ ഗ്രൂപ്പിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലും എല്ലാത്തിനും ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ആക്കിയിട്ടാ. ആദ്യത്തെ ഷോർട്സ് ആയതുകൊണ്ട് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായവും പറഞ്ഞു. മറ്റേ ഈ വോയിസ് തന്നെ ഈ ട്യൂണിൽ തന്നെ ഇട്ട് എന്തായാലും ഫേമസ് ആവും. പക്ഷെ നല്ല പാണ്ട് വോയിസ് കേൾക്കാൻ നല്ല പാണ്ട്, അപ്പം ഫേമസ് ആവുമായിരിക്കും. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അസ്സലാമലൈക്കും. ഭയങ്കര സൗണ്ടല്ല കഴിച്ചു വലിയ ആള് നിലയിക്കുന്നല്ലോ സൗണ്ടെല്ലാം കിട്ടാന്. സാറിന് കിട്ടാ ഷാർലാ വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. പറയണെന്ന് വെച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ വേണ്ടി. മാഷാ നല്ല സൗണ്ട്, അല്ല ഒരു സംസാരം നല്ല പാങ്ങുണ്ട്. എനിക്കും കുറേശ്ശെ ഇഷ്ടമാണ്. വാട്സപ്പിൽ പോലും 25-ൽ കൂടുതൽ വ്യൂസ് ഇല്ലാത്ത എൻ്റെ വീഡിയോക്ക് 1K കൂടുതൽ വ്യൂസ് വന്നിട്ടാ യൂട്യൂബിൽ. വ്യൂസും പോസിറ്റീവ് കമൻ്റ് എല്ലാം മോട്ടിവേഷൻ ആക്കിയിട്ട് ഞാൻ 2 വീഡിയോ അതിലിട്ട്. ആക്രാന്തം കൂടിയിട്ടാകുമ്പോൾ സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂടാനുള്ള ട്രിക്കെല്ലാം നോക്കിയിട്ടാ യൂട്യൂബിൽ. അതും കണ്ടിട്ട് സെറ്റിംഗ് എല്ലാം മാറ്റിയിട്ട് എൻ്റെ വ്യൂസും പോയി. പോകുമല്ല ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്ത് ഇറങ്ങും. യൂട്യൂബിൽ വ്യൂസ് കുറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ല റീച്ച് കിട്ടിയിട്ട് ആ വീഡിയോക്ക് നല്ല ലൈക്കെല്ലാം വന്നിന്. വ്യൂസ് കുറഞ്ഞിട്ടാകുമ്പോൾ ഗ്രൂപ്പിലൊന്ന് ചർച്ചയാക്കിയിട്ട് കമൻസും ലൈക്കെല്ലാം ഇടാൻ പറഞ്ഞു. ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്യുന്ന എൻ്റെ വീഡിയോക്ക് താഴെ വന്നിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ചോദിക്കാമെന്ന് ഒരാൾ പറഞ്ഞു. എൻ്റെ ഉമ്മ പോലും ദുവാർക്കാത്ത എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മായിയമ്മ നല്ല ദുവാവും ചെയ്തിട്ടാ. നിൽക്കുന്നോളം ദുവാരനെ എല്ലാം ഇങ്ങനെ നിറച്ചു ലൈക്ക് കിട്ടണം. എനിക്ക് ഇതുണ്ട് ഒക്കെ നിറച്ചു കാട്ടുന്നു. പരീക്ഷക്കെല്ലാം ദുവാർക്കലില്ലേ, നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. അതേപോലെയാണ് ദുവല്ല. ദുവാൻ്റെ ബർക്കത്തോണ്ട് സെറ്റിംഗ് ഒന്നും മാറ്റാത്തതുകൊണ്ട് പിന്നെ വ്യൂസ് എല്ലാം കൂടി വന്ന്. ഒരു സബ്സ്ക്രൈബും ഇല്ലാത്ത എൻ്റെ ചാനൽ 76 സബ്സ്ക്രൈബേഴ്സുമായി. ഇതെൻ്റെ സോഷ്യൽ മീഡിയയിലെ കഥ. ഇനി എൻ്റെ ലൈഫിലെ കഥ പറയണ്ടേ. ഉമ്മമ്മ അറിയാതെ ഉമ്മമാൻ്റെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഉമ്മമ്മ പറഞ്ഞു ഇനി തറവാട്ടിൽ നിന്നെ കയറ്റൂലാന്ന്. അതുമാത്രമല്ല എൻ്റെ ഉമ്മ ഇപ്പോൾ എപ്പോൾ വിളിച്ചിട്ട് ഉമ്മമാനോട് എന്താക്കുന്നു ചോദിച്ചാൽ ഉമ്മമ്മ പറയുന്നത് എൻ്റെ മോൾ കൊണ്ടുവന്ന കായും മുട്ടി പൊങ്ങിത്തുന്നു ഞാൻ ഇല്ലേന്ന്. ഇനി പെരുന്നാൾക്ക് പോലും ആ ബൈക്ക് പോകാനൊക്കെ ചെയ്യാട്ടാ.